പെയിന് വരാനുള്ള കാരണം രാമോഹൻ സാർ പറഞ്ഞിരുന്നു. ഇപ്പൊ പെയിൻ ഇല്ല. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഡോക്ടറോടൊന്ന് സംസാരിക്കാൻ ഞാൻ തന്നെയാ സഞ്ജുനോട് പറഞ്ഞത്. പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ ജൂനിയറാ. ഞാൻ സാറിനോട് സംസാരിച്ചിട്ടേ എന്തും ചെയ്യാറുള്ളൂ. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരേപോലെ കിടന്ന് വല്ലാത്ത ബോറടിയാ ഡോക്ടർ. തൽക്കാലം ഈ ബോറടി സഹിച്ചേ പറ്റൂ. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ അല്ലേ? അതല്ല ഡോക്ടർ, കാറിൽ നിന്ന് ഇറങ്ങാതെ ഒന്ന് പുറത്തു പോയാൽ കൊള്ളാന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് അഭിപ്രായം ചോദിക്കാന്ന് കരുതിയ സഞ്ജു രാമോഹൻ സാറിനെ വിളിച്ചത്. കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊന്നും സാറിനോട് പറഞ്ഞില്ല. ഞാൻ എന്തായാലും സാറിനോടൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി, പിന്നെ തല അനങ്ങരുതെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമോ? ചേച്ചി വേണ്ട, അത് പാടില്ല. രാമോഹൻ സാറിന് വേറെ എതിർപ്പൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. ഞാൻ നോക്കിയിട്ട് സ്വാതിക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ല. വ്യക്തമായ റിപ്പോർട്ട് ഞാൻ സാറിന് കൊടുക്കാം. രാത്രി നിങ്ങൾ സാറിനെ ഒന്ന് വിളിക്കണം. ഫൈനൽ ഡിസിഷൻ അദ്ദേഹത്തിന്റെയാ. സഞ്ജുനെ കൊണ്ട് വിളിപ്പിക്കാം. എന്താ ഡോക്ടർ? കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം തരാവോ? അമ്മു, വേഗം കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരും. എങ്ങനെ പോയാലും പുറത്തുനിന്ന് 15 പേരെങ്കിലും ഉണ്ടാവും. സ്വാതിയുടെ ചില ഫ്രണ്ട്സൊക്കെ വരാനേ സാധ്യതയുള്ളൂ. ഇന്നലെ രാത്രി അവർ സംസാരിക്കുന്നത് കേട്ടു. രാത്രി പോയതുകൊണ്ടാ ചിലർക്ക് വരാൻ കഴിയാഞ്ഞിരുന്നു. ഇപ്പോഴെങ്കിലും അമ്മൂനൊന്ന് വരാൻ തോന്നിയല്ലോ. സദ്യയൊക്കെ തയ്യാറായി കഴിഞ്ഞു. അമ്മുനെ ഞാൻ പാചകത്തിൽ നിന്ന് ഒഴിവാക്കിയതാ. ശ്രീകുട്ടിക്കൊപ്പം നിന്നോട്ടേന്ന് കരുതി. അപ്പൊ നീ ഞങ്ങളെ സഹായിക്കാൻ വന്നതല്ലേ? ചേച്ചിയെ നോക്കാൻ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ചൂടുവെള്ളം ഇരിപ്പുണ്ടോ? ചൂടുവെള്ളമൊന്നുമില്ല, ചൂടാക്കിയാലേ ഉള്ളൂ. ചൂടുവെള്ളം എന്തിനാ അമ്മു? ആ ഡോക്ടർ കുടിക്കാൻ ചോദിച്ചതാ. അയാള് വെള്ളം കുടിക്കാനാണോ വന്നേ? അമ്മു, എന്താടാ? എനിക്കറിയില്ല, അവളെന്തിനാ ഓടിയത്? ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇതെന്തിനുള്ള ഇഞ്ചക്ഷനാ ഡോക്ടർ? രാമോഹൻ സാർ പറഞ്ഞിട്ടാ. ബ്ലഡ് ക്ലോട്ടായി കിടപ്പുണ്ടെങ്കിൽ അലിയിച്ച് കളയണം. ഇടയ്ക്ക് തലവേദനയൊക്കെ ഉള്ളതല്ലേ? അതെ ഡോക്ടർ. ഇനി അതുണ്ടാവില്ല. ഒരു സെക്കൻഡേ. കൈയൊന്ന് നീട്ടി. ഉറുമ്പടിക്കുന്ന ഒരു വേദനയേ ഉള്ളൂ. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? എന്ത് മരുന്ന് കുത്തിവെക്കുന്നേ? നിങ്ങളൊന്ന് മാറിയെന്നേ.
അമ്മു എന്താ? അങ്ങോട്ട് മാറി നിൽക്ക്. കുട്ടി എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ഡോക്ടറാണ്. കുത്തിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഡോക്ടർ ഒന്നല്ല. ദിനേശ് ഏട്ടാ, ദിനേശ് ഏട്ടാ, ഓടി വാ. മാറി നിൽക്ക്. നിങ്ങളോടല്ലേ കുത്തിവെക്കരുതെന്ന് പറഞ്ഞേ? എന്താ മോളെ അമ്മു? അത് ഈ കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ മിസ്റ്റർ? ഇഞ്ചക്ഷൻ എടുക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല. ഇയാളെ വിളിച്ചോണ്ടൊന്ന് പോയേ. ഡോക്ടർ രാമോഹൻ സാർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനായത്. ഇയാള് ഡോക്ടർ ഒന്നല്ല. ചേച്ചിയെ കൊല്ലം വന്നതാ. ഇയാളെ വിശ്വസിക്കരുത് ദിനേശ് ഏട്ടാ. അതെ, നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വരട്ടെ. ഞങ്ങൾ രാമോഹൻ സാറിനെ വിളിച്ച് കൺഫേം ചെയ്യട്ടെ. ശരി, എന്റെ ട്രീറ്റ്മെന്റ് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഡോക്ടർ രാമോഹൻ തന്നെ വരട്ടെ. നീ അങ്ങനെ പോയാലോ? നീ അവിടെ നിക്ക്. അയ്യോ, എന്റെ ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി, മോളെ? ചേച്ചി, നിക്കടാ അവിടെ. വിടരുത് ദിനേശ് ഏട്ടാ. ചേച്ചി, 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 അമ്മേ, ആരെങ്കിലും ഓടി വാ. ചേച്ചി, അയ്യോ അമ്മച്ചി, ആരാ ഇയാള്? രാജു, എന്താ? അവൻ കില്ലറാണ്. പിടിക്കടാ അവനെ. രാജു, അയ്യോ മല്ലിച്ചി, അച്ഛാ ഓടി വാ. ശ്രീകുട്ടിക്ക് എന്തോ പറ്റി. അച്ഛാ, ഈശ്വരാ. ചേച്ചി കണ്ണുറക്ക്. ചേച്ചി, 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 എന്താ അമ്മു? എന്താ അമ്മു പറ്റിയ? ചേച്ചി, അയ്യോ, ബോധം പോയല്ലോ. ചേച്ചി പറ്റിയേ? അയ്യോ, അയാള് ഡോക്ടർ ഒന്നും അല്ല. ചേച്ചിയെ കൊല്ലാൻ വന്നതാ. മോളെ ശ്രീകുട്ടി, മോളെ മാറി അങ്ങോട്ട്. അയ്യോ മോളെ, 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 മോളെ കണ്ണു തുറക്ക്. ശ്രീകുട്ടി കണ്ണു തുറക്ക് മോളെ. മോളെ ശ്രീകുട്ടി, അമ്മയാ മോളെ. കണ്ണു തുറക്ക് മോളെ. എന്താ? മോളെ, എന്ത് പറ്റി? അച്ഛ, എന്റെ മോള് കണ്ണു തുറക്കുന്നില്ല അച്ഛ. ശ്രീകുട്ടി, മോളെ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? മോളെ, മോളെ, ശ്രീകുട്ടി, അമ്മ, എന്റെ മോള്, മോളെ ശ്രീകുട്ടി കണ്ണു തുറക്കും മോളെ. മോളെ, മോളെ ശ്രീകുട്ടി, ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് പറ. എന്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്ന നീയാ? പറയടി, എന്റെ മോളെ നീ എന്താ ചെയ്തത്? പറയല്ലേ. ശ്രീകുട്ടിയെ നോക്കാനായിട്ട് ഒരു ഡോക്ടർ വന്നു. എന്നിട്ട് അയാൾ എവിടെ? അയാള് ഇറങ്ങി ഓടി. മോളെ, മോളെ ശ്രീദേവി, മോളെ ഒന്ന് പിടിക്കേ. മോളെ, ശ്രീകുട്ടി മാറമ്മേ. മോളെ എടി, പറയടി, ശ്രീലന്റെ മോളെ എന്താ ചെയ്തേ? പറയടി, പറ. മല്ലിച്ച്, ഞാൻ പറയുന്നത് കേൾക്കുന്നു. അയാള് ചൂടുവെള്ളം ആവശ്യപ്പെട്ടപ്പോ അമ്മ കിച്ചണിലേക്ക് വന്നതാ. സംഭവിച്ചത് നീ പറ. ചേച്ചി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മ. അയാൾ എന്തോ മരുന്ന് പാതി കുത്തിവെച്ചപ്പോഴാ ഞാൻ ഓടി വന്നത്. ഈശ്വര, വീണ്ടും എന്റെ കുഞ്ഞിന് നേരെ. എല്ലാം തകർത്ത് കളഞ്ഞല്ലോ. എന്ത് വിഷമായിരിക്കും അത് കുത്തിവെച്ചോ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പ്രഭയോടെ ദിനേശൻ എവിടെ പോയി കിടക്കുന്നു? ദിനേശ, ദിനേശ. അവൻ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. രാജു, നീ വണ്ടി എടുക്ക. രാജു, നീ വണ്ടി ഇറക്ക്. ഞാൻ പ്രഭയെ വിളിക്കാം. വേഗം ശ്രീദേവി, അപ്പുറത്തോടെ കയറി. ശ്രീദേവി, മോളെ പിടിക്കും. സൂക്ഷിച്ച്. മോളുടെ തല തല തട്ടല്ലേ. മോളെ അമ്മു, നീയും കേറി. വല്ലിച്ചി, ഞാൻ വണ്ടി എടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോക്കോളാം. ദിനേശിന് ഒരു കാര്യം ചെയ്. ആ ബോട്ടിൽ എവിടെയുണ്ടെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് രാജുവായിട്ട് വന്നാ മതി. അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം. ആ ബോട്ടിൽ അവിടെ കാണും. എല്ലായിടത്തും വിശദമായിട്ട് നോക്ക്. വേഗം ഒന്ന് കണ്ടുപിടിക്കും. പോ.
അങ്കിളാണല്ലോ. എന്താ അങ്കിളെ? സഞ്ജു, നീ ഇപ്പൊ എവിടെയാ? ഞാനൊരു ക്ലയന്റിനെ കണ്ടിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ അങ്കിളെ, സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ? മോനെ, ഡോക്ടർ രാമോഹന്റെ ജൂനിയർ എന്ന് പറഞ്ഞു ഒരാൾ ശ്രീകുട്ടിയെ പരിശോധിക്കാൻ വന്നു. എന്നിട്ട് എന്നിട്ട് എന്താ സ്വാതിയുടെ അവസ്ഥ? അവൾ അബോധാവസ്ഥയിലായിപ്പോയി മോനെ. വല്യേച്ചി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഞാനും പിന്നാലെ പോവുക. പ്രഭേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. സഞ്ജു വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. സ്വാതി, എന്റെ മോളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പൊ എന്റെ വാക്ക് ആരും കേട്ടില്ല. എന്റെ വീട്ടിലേക്ക് വരാൻ ഒരു കൊലയാളിയും ധൈര്യപ്പെടില്ലായിരുന്നു പ്രഭേ. ഡോക്ടർ, എന്റെ മോള് ഡോക്ടർ, പോയിസൺ തന്നെ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നേ. ഡോക്ടർ, അത് മുഴുവനും ഇഞ്ചെക്ട് ചെയ്തിട്ടില്ല. അത് എത്ര അളവിൽ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ, എന്റെ മോളെ രക്ഷിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ തുറന്നു പറയണം. ഞങ്ങൾ ഞങ്ങളുടെ മകളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാം. എന്റെ മകളില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഡോക്ടർ. എവിടെ കൊണ്ടുപോയാലും പോയിസൺ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാതെ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പോയിസണെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതെത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പോയിസൺ ഏതാണെന്ന് അറിയാൻ ഒരു വഴിയില്ലേ ഡോക്ടർ? ലാബ് റിപ്പോർട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയിൽ പേഷ്യന്റിന് എന്തും സംഭവിക്കാം. ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത സ്റ്റേജാ. ഇഞ്ചെക്ട് ചെയ്ത മെഡിസിൻ ഏതാണെന്ന് അറിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ഫലിക്കും. പേഷ്യന്റ് വളരെ വേഗം റിക്കവർ ചെയ്യും. ആ മെഡിസിന്റെ ബോട്ടിൽ സംഭവ സ്ഥലത്തുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കണം. അവിടെ ഞങ്ങൾ തെരഞ്ഞു. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ അയാളെ രക്ഷപ്പെട്ടത്. എന്തായാലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. പ്രഭേ, ശരിക്കും എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഇഞ്ചെക്ട് ചെയ്തത് കൊടും വിഷം തന്നെയാണ് അച്ഛൻ. ആ മെഡിസിൻ ഏതെന്നറിയാതെ ചികിത്സ ഫലിക്കില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്റെ ദേവി, ഇനിയിപ്പോ എന്താ ചെയ്യുക? രാജു, നീ അവിടെ എല്ലാം നോക്കിയോ? ആ, ഞാൻ അവിടെ എല്ലാം നോക്കി. അങ്ങനൊന്നും അവിടെ ഇല്ല. ആപത്തുകൾ ഇടാതെ പിന്തുടരുകയാണല്ലോ എന്റെ കുഞ്ഞുങ്ങളെ.
അമ്മോ, നിന്നെ ശപിക്കാനോ ശാസിക്കാനോ അല്ല ഞാൻ വന്നത്. പക്ഷെ ഒരമ്മയുടെ തീരവേദന നിന്നോട് പറയാതിരിക്കാനാവില്ല. എന്റെ ആ വേദന നീ അമ്മു. ഒരിക്കൽ നീ കാരണം, നീ ഒരുത്തി കാരണം എന്റെ ശ്രീകുട്ടി മരണത്തിന്റെ പടിവാതിൽ വരെ പോയി. അവളെ തിരിച്ചു കിട്ടിയപ്പോ നിന്റെ കൺവെട്ടത്ത് നിന്ന് അമ്മു ഞാൻ എന്റെ ശ്രീകുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പക്ഷേ എന്റെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി, എന്റെ നാവടപ്പിച്ചു. ശ്രീകുട്ടിയെ മംഗലശ്ശേരിയിലേക്ക് തന്നെ കൊണ്ടുപോകാന്ന് പ്രഭ സമ്മതിച്ചത് അച്ഛന്റെ വാക്ക് കേട്ട. എനിക്ക് നന്നായിട്ടറിയാം അച്ഛനെ അതിന് പ്രേരിപ്പിച്ചത് നീയാണെന്ന്. നിന്നോട് മത്സരിച്ച് മടുത്ത് മംഗലശ്ശേരിയിൽ വെച്ച് നിന്നോട് ഞാൻ യാചിച്ചു പറഞ്ഞതാ ശ്രീകുട്ടിയെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവാനായിട്ട്. നീ ശ്രീകുട്ടിയോടുള്ള ഓരോ നിമിഷവും എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളത് അത് എന്റെ ഭയമായിരുന്നു. അന്ന് ഇതുപോലെ നീ കള്ളക്കണ്ണീര് കാണിച്ചു. ശ്രീകുട്ടി എഴുന്നേറ്റ് പോവൂന്ന് നീ പറഞ്ഞു. അതിനുള്ള സമയം പോലും നീ എന്റെ മോക്ക് കൊടുത്തില്ല. എപ്പോഴും അവൾക്കൊപ്പം നിന്ന് നീ ആ കൊലയാളി വന്നപ്പോ എങ്ങോട്ടാ പോയത്? സദാ നേരവും നീ എന്റെ മോൾക്കൊപ്പം നിന്നതുകൊണ്ടാ എനിക്ക് അവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എന്റെ മോൾക്ക് അവസ്ഥ വരില്ലായിരുന്നു. എന്റെ മകളെ കൊല്ലാനുള്ള ജന്മമാണോ നിന്റേത്? ഞാൻ അങ്ങനെ തന്നെയാടി വിശ്വസിക്കുന്നത്. ഓരോ അനുഭവങ്ങളും അങ്ങനെ തന്നെ പറയുന്നത് അമ്മു. വെറുതെ നീ എന്റെ മകളുടെ പിന്നാലെ കൂടിയതല്ലേ. എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെ നീ ശ്രീകുട്ടിയെ വിടാതെ പിന്തുടരുന്നത്. അമ്മു, ശ്രീകുട്ടിക്ക് എന്ത് ശത്രുതയാ നിന്നോടുള്ളത്? അവൾ എന്തെങ്കിലും നിന്റേത് അപഹരിച്ചു വെച്ചിട്ടുണ്ടോ? ചേച്ചി വിട്ടു പോയതല്ലേ ചേച്ചിയുടെ അമ്മ. നീ എവിടെ പോയെന്നാ പറയുന്നത്? നീ എങ്ങോട്ടാ പോകുന്നേന്ന് വ്യക്തമായ സൂചന കൊടുത്തു തന്നെ നീ അന്ന് പോയത്. വെറുതെ സഞ്ജു വന്ന് നിന്നെ കണ്ടുപിടിച്ചതല്ലേ. നീ എന്തിനാ ശ്രീകുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇത്ര ഉത്സാഹം കാണിച്ചത്? അവളെ കൊലയ്ക്കു കൊടുക്കാനല്ലേ നീ അങ്ങനെ ഒരു നേർച്ച നടത്തിയത്? അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവളെ സന്തോഷിപ്പിക്കാനാണോ നീ ഇതൊക്കെ ചെയ്തത്? നിന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ മകൾക്ക് നീ നല്ല ബർത്ത്ഡേ സമ്മാനം കൊടുത്ത് പാതി ശവമാക്കിയില്ലേ? എന്നിട്ട് അവരുടെ മരണവാർത്ത കേൾക്കാൻ ഒരു ശവന്തീനിയെ പോലെ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നു. നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയെന്ന് എനിക്ക് തോന്നുന്നത്.